ഹരിദ്വാറിലായാലും ഋഷികേശിലായാലും നമുക്ക് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഒരു കാര്യം നോട്ട് ചെയ്തത്, പല സ്ഥലത്തും ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ പലരും ടൂറിസ്റ്റുകളുണ്ട്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഏതൊരു സ്ഥലത്തായാലും അങ്ങനെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ സാങ്ക്ടിറ്റി അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അതൊരിക്കലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം, അല്ലാത്ത പക്ഷം ഒരിക്കലും നമ്മളത് തെറ്റിക്കാതെ ആ രീതിയിൽ തന്നെ നമ്മളെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ എടുക്കാം. ഓർമ്മകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷെ അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം. നമ്മൾ ഈ നോർത്തിക്കൊക്കെ സൗത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പൊതുവേ ഉള്ള ഒരു മൈൻഡ് സെറ്റാണ് വൃത്തിയുടെ കാര്യമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ഹരിദ്വാർ ഋഷികേശ് ട്രിപ്പിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നോർത്തേക്ക് ട്രാവൽ ചെയ്യണത്. ഈ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായത് ഈ ഏരിയകൾ ഹരിദ്വാർ ആയാലും ഋഷികേശ് ആയാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യമൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഗംഗാദേവിയുടെയൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര മോശമായിട്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ടാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേടി അത് ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ ഒരു യാത്ര വരുന്ന ആൾക്കാർക്കൊക്കെ ആസ്വദിക്കാൻ നല്ല ഒരു ഏരിയയാണ്. ഞങ്ങളിവിടെ എത്തിയ ദിവസം ചന്ദ്രഗ്രഹണമുള്ള ദിവസമായിരുന്നു ഹരിദ്വാറിൽ. അപ്പോൾ അത് കാരണം 2 ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ പോകാൻ പുറപ്പെട്ടത് അവിടെയൊക്കെ ക്ഷേത്രം അടച്ച ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അന്ന് അത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാരണം ഈ നോർത്ത് ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളെക്കാളും അധികം സമയം ക്ഷേത്രം തുറന്നിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സമയത്തൊക്കെ ക്ഷേത്രം അടച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചില ലൊക്കേഷൻസൊക്കെ നോക്കിയിട്ടാവും വന്നിട്ടുണ്ടാവുക, പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നം വരുന്ന സമയത്ത്. അപ്പോൾ ചന്ദ്രഗ്രഹണം ഉള്ള കാരണം തന്നെ ഹരിദ്വാറിൽ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് 2 ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ശ്രദ്ധിക്കുക.